വെരിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഭയമാണ്. വെരിക്കോസ് വലിയ ആനക്കാര്യം. നമ്മുടെ ശരീരത്തിനകത്ത് ശുദ്ധരക്തം വഹിച്ചുകൊണ്ട് പോകുന്ന ആർട്ടറിയും വെയിൻ തിരിച്ചും വരുന്നു. തിരിച്ചു വരുന്ന വെയിന് നമ്മുടെ വിരുദ്ധാഹാരങ്ങൾ കൊണ്ടും നമ്മൾ ഇപ്പൊ കഴിക്കുന്ന ആഹാരത്തിന്റെ എല്ലാം വ്യത്യാസം കൊണ്ടും പാരമ്പര്യമായിട്ടും അസമയങ്ങളിലുള്ള ആഹാരം കഴിപ്പും സീസണനുസരിച്ചുള്ള ആഹാരം കഴിക്കാനില്ലായ്മയും ഈ ഫാസ്റ്റ് ഫുഡും ഇതിനൊക്കെ കൂടെ വന്നപ്പോഴാണ് ഇത്രയും കൂടുതൽ ഇതാവാൻ തുടങ്ങിയത്. അതിൽ ഏറ്റവും വലിയ വില്ലൻ പച്ചക്കറിക്കകത്ത ഓക്സിറ്റോസിനാണ്. അവൻ ഇതിനകത്ത് കയറിയാൽ എല്ലാവർക്കും ഇപ്പൊ കഴപ്പാണ്. 6 വയസ്സുള്ള കുട്ടികൾ വരെ വരുന്നേ, മിക്കവാറും എല്ലാത്തിനും ഉണ്ടത്. അത് റിട്ടേൺ തിരിച്ചു പോകുന്ന വെയിനകത്ത് ബ്ലോക്ക് ആവുന്നു. അത് നമ്മുടെ കാലിന്റെ കണ്ണിന്റെ അവിടെ മുതൽ 2 ഞരമ്പ് ഇങ്ങനെ കയറി വരുന്നു, പൂറ്റിക്കൂടെ ഞരമ്പ് ഇങ്ങനെ കയറി വരുന്നു, ഇവർ രണ്ടും കൂടെ ഇവിടെ വരുന്നു, ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോന്നു, പുറകെ കൂടെ ഒരെണ്ണം കയറിപ്പോരുന്നു. അതിലെ ഒരേ ഞരമ്പ് ഇവിടെ വന്നിട്ട് ഒന്ന് ഓവറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ആണുങ്ങൾക്കാണെങ്കിൽ ഒന്ന് വൃഷണത്തിലേക്ക് കയറിപ്പോന്നു, അവിടെ നേരെ മുതുകത്ത് നടുവിന് വരുന്നു, നടുവിന്റെ ഇടതുവശത്തോ അല്ലെങ്കിൽ വലത്തുവശത്തോ വേറെ വരുന്നു, അത് വന്നിട്ട് ഇങ്ങനെ കയറി ഇവിടം വരെ വരുന്നുണ്ട് ഈ സാധനം. ഇത് സിയാറ്റിക് ഞരമ്പുകൾ എന്ന് പറയും. ഇട പിങ്കിള ചന്ദ്രനാടിയും സൂര്യനാടിയും എന്ന് പറഞ്ഞ 2 നാടികളുണ്ട്. സുഷുമ്നാ നാടി നടുക്കൂടെ പോന്നു, അട്ടല് തുറന്ന്. മറ്റേത് ഇട പിങ്കിള 2 സൈഡിൽ കൂടെ പോകും. അല്ല, മെയിൻ സുഷുമ്നാ നാടിയാണ്. ഇട പിങ്കിളയുടെ ഞരമ്പിനകത്തൂടാണ് ഈ രക്തങ്ങൾ ഇങ്ങനെ കയറി വരുന്ന വഴിക്ക് അവരെല്ലാം മെസ്സേജ് കൊടുക്കുന്ന എല്ലായിടത്തും കണക്റ്റഡാണ്. കാൽസ്യം ഓക്സിലേറ്റ് ആണ് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ബ്ലഡിന് തിരിച്ചു കയറി പോകാത്തത് കൊണ്ട് രാത്രി കാലങ്ങളിൽ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവൻ ഈ ഞരമ്പുകളെ വികസിപ്പിക്കും. മനസ്സ് സ്വമേധയാണ് വികസിപ്പിച്ച് തൊലിയുടെ പുറത്തോട്ട് വെളിയിലോട്ട് പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് തൊലി പുറത്തോട്ട് പോകും. തൊലിപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ചകിരിപ്പേക്ക് കയർ പടച്ചു കിടക്കും, പോലെ പടച്ചു കിടക്കും. ആ ഞരമ്പുകൾക്ക് വേദനയില്ല. എന്നാൽ ആ വികസിപ്പിക്കുന്ന സമയത്ത് മാംസത്തിന്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ടാണ് വികസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവൻ വികസിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വിങ്ങലും പുകച്ചിലും വേദനയും എല്ലാം അനുഭവപ്പെടും. അപ്പൊ നമ്മളൊന്ന് മസാജ് ചെയ്ത് തിരുമ്മി കൊടുക്കുകയോ അല്ലെങ്കിൽ കാല് 2 എടുത്തിട്ട് തലയുടെ മേളിലോട്ട് കട്ടിന്റെ പടിയിലോട്ട് പൊക്കി വെക്കുകയോ ചെയ്യാമെങ്കിൽ ഈ രക്തം ഇനി ഓടിപ്പോരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ വെരിക്കോസിന്റെ ആൾക്കാർക്ക് നീര് കാണിയല്ല കാലയിൽ. കാരണം ഫ്ലാറ്റായിട്ട് കിടക്കുമ്പോൾ ഇനി പോരും ഗ്രാവിറ്റിയിൽ. നമ്മൾ നിൽക്കുമ്പോഴും മടങ്ങിയിരിക്കുമ്പോഴും ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെയാണ് ഈ നീര് മേലോട്ട് കയറിപ്പോകാൻ പറ്റുന്നില്ല ഈ രക്തത്തിന്. അപ്പോഴാണ് നീര് വരുന്നത്. ഇവൻ പതുക്കെ പതുക്കെ അവിടെ കിടന്ന് കറുത്ത് വന്നിട്ട് ചിലർക്ക് പൊട്ടും. അത് പൊട്ടുമ്പോൾ വെരിക്കോസ് അൾസർ. ആ പൊട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടതിന്റെ ഒന്നും ഉണങ്ങത്തില്ല, നല്ലോണം ആയി കാണുന്നത്. ആ നാരെടുത്ത് കളയാതെ ഒന്നും നടക്കില്ല. അതിന് അലോപ്പതിക്കാർ ആ നാരങ്ങ് വലിച്ചു കളയും. എന്നാൽ ശരീരം സ്വമേധയാ തന്നെ കുരുക്കളെ ഉണ്ടാക്കി ഞരമ്പിനകത്ത് അവിടെ എവിടെയെല്ലാം കുരു ഉണ്ടാക്കിയിട്ട് അത് നമ്മളെ കൊണ്ട് എടുപ്പിച്ച് കളയുന്നുണ്ട്. അത് ശരീരം സ്വമേധയാ ചെയ്യുന്നത്. അത് ഉണക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ അൾസർ ആണെങ്കിൽ ഉണക്കാൻ ത്രിഫല കഷായം കൊണ്ട് ധാര കോരി ജാത്യാധികൃതവും നാഗഭസ്മവും ചേർത്ത് ഒന്ന് പൂശിക്കൊടുത്ത് ദിവസം 2 നേരം വെച്ച് ചെയ്യാമെങ്കിൽ 21 ദിവസം കൊണ്ട് ആ സാധനം ഉണങ്ങിപ്പോകും. ഇവിടെ മാറാ രോഗമാണ്, കാല് മുറിക്കാൻ നടക്കുന്നു, കൈ മുറിക്കാൻ നടക്കുന്നു, ഒരാവശ്യമില്ല. പിന്നെ ഇതില്ലാത്തവർക്ക്, ഈ വേദനയും കഴപ്പുള്ളവർക്ക് നേരത്തെ പറഞ്ഞ വെളുത്തുള്ളിയും കടുകും മുരിങ്ങത്തൊലിയും പച്ചരിയും കൂടെ പാപ്പ അരച്ചിടുകയും ശരീരം ഹീറ്റാക്കി കൊടുത്തിട്ട് ഹീറ്റ് മസാജ് ചെയ്യുകയും ചെയ്യാമെങ്കിൽ അതും പോകും.